രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സാങ്കേതിക ഇരകളെ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് CPI-യുടെ ഒരു വനിതാ നേതാവ് തന്നെ വ്യക്തമാക്കി. ഇപ്പോൾ ഈ പല തെളിവുകൾ വരുന്ന ഘട്ടത്തിൽ എന്താണ് LDF കൺവീനർ എന്ന നിലയിൽ കാണുന്നത്? അല്ല, ഞാൻ പറയുന്നത് CPI-ൻ്റെ നിലപാട് എന്താണെന്നുള്ളത് അവർ വ്യക്തമാക്കിക്കൊള്ളൂ. അത് പറഞ്ഞു, ഞാനത് പറയാനാളല്ല, ആ പാർട്ടീൻ്റെ നിലപാട് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം നമ്മളെല്ലാം കാണേണ്ടത്, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. മാധ്യമരംഗത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുള്ളത് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അയാൾ തെറ്റുകാരനാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവ് ആ പൊസിഷൻ രാജിവെക്കുമോ? അവരെ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് രാജിവെച്ചതല്ല, അദ്ദേഹം സ്വയം ബോധ്യപ്പെട്ടിട്ട് രാജിവെച്ചു എന്നുള്ളതാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രശ്നം കോൺഗ്രസിൻ്റെ മുമ്പിൽ വന്നു. കോൺഗ്രസിൻ്റെ മുമ്പിൽ വന്ന സമയത്ത് കോൺഗ്രസ് തീരുമാനിച്ചു അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചതും കോൺഗ്രസിൻ്റെ സസ്പെൻഷൻ നടപടി. ആ ബോധ്യമുള്ള കോൺഗ്രസ് എന്താ ഈ പ്രശ്നത്തിൽ തുടർന്ന് സ്വീകരിക്കുന്ന നിലപാട്? എല്ലാവരും മത്സരിച്ച് പ്രസ്താവന ഇറക്കുകയാണ്. നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ 15-ാം തീയതി മുതൽക്ക് ആരംഭിക്കുകയാണ്. ആ സഭയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും ആ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ജീർണതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച സമീപനം സ്വീകരിക്കല്ലേ. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ജീർണമുഖമാണ് ഈ പ്രശ്നത്തിൽ അവർ സ്വീകരിച്ച നിലപാടുകളെല്ലാം വ്യക്തമാക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടെന്താണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. തുടർന്ന് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആലോചിച്ച് ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും.